നമ്മൾ ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ച് ഇന്ന് വളരെ സാഡായിട്ടുള്ളൊരു ദിവസമാണ്. നമുക്കൊക്കെ വളരെ സുപരിചിതനായിട്ടുള്ളൊരു പ്ലെയർ, നമ്മൾ വീക്ക് ഇൻ വീക്ക് ഔട്ട് മിക്കപ്പോഴും ഫോളോ ചെയ്യാറുള്ള ശ്രദ്ധിക്കാറുള്ള ഒരു പ്ലെയർ, നമുക്കൊക്കെ വളരെ അറിയാവുന്നൊരു പ്ലെയർ മരണപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ പലപ്പോഴും വേറെ ക്ലബ്ബുകളിലൊക്കെ താരങ്ങൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മൾ മിക്കപ്പോഴും കാണുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ പെട്ടെന്ന് മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത വന്ന സമയത്ത് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് എൻ്റെ ഒരു ലിവർപൂൾ ഫാനായ ഫ്രണ്ടിൻ്റെ ഒരു മെസ്സേജ് വന്നപ്പോൾ നോക്കിയപ്പോഴാണ് ജോട്ട മരിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടത്. അപ്പോൾ തന്നെ ഞാൻ വണ്ടി ഒതുക്കി. പക്ഷേ ഒന്ന് കുറച്ച് നേരം ശരിക്കും പറഞ്ഞാൽ സ്റ്റില്ലായി പോയി എന്നുള്ളതാണ്. കാരണം അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല. ജോട്ട മാത്രമല്ല, ജോട്ടയുടെ സഹോദരനായ ആൻഡ്രെ, പുള്ളിക്കാരൻ പോർച്ചുഗീസ് ലീഗിൽ പെനാഫിയൽ എന്ന് പറഞ്ഞ ക്ലബിനാണ് കളിച്ചുകൊണ്ടിരുന്നത്. സെൻട്രൽ ബാക്കാണ്. പുള്ളിക്കാരനും ഈ ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടു. സ്പെയിനിൽ വെച്ചാണ് മരണപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്പെയിനിലെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു റോട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് വേറെയും കുറേ വാർത്തകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോട്ട ലിവർപൂളിൻ്റെ ട്രെയിനിങ് ക്യാമ്പിന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോവുകയായിരുന്നു. അപ്പോൾ ആൾക്കൊരു ലങ് സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ അഡ്വൈസ് ചെയ്തു ഫ്ലൈറ്റ് എടുക്കണ്ട, പകരം അല്ലാത്ത വഴി പോയാൽ മതി. അപ്പോൾ അങ്ങനെ കാറിൽ സാൻഡൻഡർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് സ്പെയിനിൽ, അവിടെ വരെ പോവാം. അപ്പോൾ അവിടെ നിന്ന് ഫെറി എടുത്തിട്ട് UK പോകാം എന്നുള്ള പ്ലാനിങ് ആണ് പുള്ളി ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുന്ന വഴിക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ലംബോർഗിനി കാറായിരുന്നു. ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ടയർ പൊട്ടി. അങ്ങനെ വണ്ടിയുടെ കൺട്രോൾ പോയി. റോട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി ഇടിച്ച് ആകെ മൊത്തം തകർന്ന ഫോട്ടോസും വീഡിയോസൊക്കെയാണ് അതിന് ശേഷം പിന്നെ കാണാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ വലിയൊരു അപകടമാണ് സംഭവിച്ചത്. വളരെ ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ജോട്ടയുടെ ആസ് എ പ്ലെയറിനെ പറ്റി പറയുകയാണെങ്കിൽ, പുള്ളിക്കാരൻ നമ്മൾ ഒത്തിരി കാലമായിട്ട് കാണുന്ന ഒരാളാണ്. വൂൾസിൽ വെച്ച് നമ്മൾ കളി ഫോളോ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം പിന്നെ ലിവർപൂളിലേക്ക് പോയി. ലിവർപൂളിൽ ഈ കഴിഞ്ഞ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗ് അടിച്ചു. അതുപോലെ തന്നെ നാഷണൽ ടീമിൻ്റെ ഒപ്പം നേഷൻസ് ലീഗ് അടിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ആളുടെ കല്യാണം കഴിഞ്ഞത്. ഇപ്പോൾ ഒത്തിരി നാളായിട്ട് കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണറെയാണ് പുള്ളിക്കാരൻ കല്യാണം കഴിച്ചത്. 3 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ലൈഫ് ക്യാൻ ബി ക്രൂവൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹൈയിൽ നിൽക്കുന്ന സമയത്ത് ഒരു മരണം പുള്ളിക്കാരനെ തേടി വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും റെസ്റ്റ് ഇൻ പീസ് ടു ഡിയോഗോ ജോട്ട ആൻഡ് ഹിസ് ബ്രദർ. അതുപോലെ മറ്റൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു പ്രോ ഗെയിമറും കൂടി ആയിരുന്നു എന്നുള്ളതാണ്. ഫിഫയിൽ നമ്പർ 1 റാങ്കൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും തോട്ട്സ് വിത്ത് ഡിയോഗോ ജോട്ട ആൻഡ് ഹിസ് ഫാമിലി. എല്ലാവർക്കും ഇത് ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടാവട്ടെ. ഇപ്പം എന്തായാലും ഇത് ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തുകയാണ്. ലൈഫ് ഈസ് ഷോർട്ട് ആൻഡ് അൺപ്രഡിക്റ്റബിൾ. സോ ഗൈസ്, ടേക്ക് കെയർ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.